മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. നമുക്ക് ഒരു എക്സാമ്പിൾ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു എക്സാമ്പിൾ എഴുതിക്കൊള്ളണം. ഒരു എക്സാമ്പിൾ എഴുതിക്കൊള്ളണം. മാരേജ് പ്രശ്നം, മാരേജ് തടസ്സം, മാരേജ് തടസ്സം 3/1/2024. 3/1/2024 11:30 AM. 11:30 AM ബുധനാഴ്ച ഉത്രം 4-ാം പാദം. ഉത്രം 4-ാം പാദം, സപ്തമി കൃഷ്ണപക്ഷം. സപ്തമി കൃഷ്ണപക്ഷം. ലേറ്റായിട്ട് വന്നവരാരെയും ഉണ്ടോ? ഒന്നുകൂടെ പറയണം. 3/1/24 11:30 AM ബുധനാഴ്ച, ഉത്രം 4-ാം പാദം, സപ്തമി കൃഷ്ണപക്ഷം. മാരേജ് തടസ്സമാണ് കാരണം മാരേജ് തടസ്സം. അതിനെക്കുറിച്ചാണ് അറിയേണ്ടത്. പുരുഷനാണ്, ഒരു ആൺകുട്ടിയാണ്. പുരുഷൻ, നക്ഷത്രമൊന്നും എഴുതണമെന്നുള്ള നിർബന്ധമല്ല. പുരുഷൻ, മാരേജ് തടസ്സം. ഇനി ഗ്രഹനിലയിട്ടുള്ളൂ. മേടത്തില് വ്യാഴം, കന്നിയില് കേതുവും ചന്ദ്രനും. ഇനി നേരെ കന്നിയില് കേതുവും ചന്ദ്രനും. വൃശ്ചികത്തില് ബുധനും ശുക്രനും. ധനുവില് രവിയും ചൊവ്വയും. കുജൻ ചൊവ്വ. കുംഭത്തില് ശനി. മീനത്തില് രാഹു, മാന്നി. ലഗ്നം ആരൂഢം. മാന്നി രാഹു. ഈ ആരൂഢം ലഗ്നം രണ്ടും ഒരേ രാശിയാണ്. ശ്രദ്ധിച്ചു നോക്കിയോ? കണ്ടോ? ലഗ്നം എന്ന് പറയുന്നത് ആ സമയത്ത് വരുന്ന ലഗ്നം. ആരൂഢം എന്ന് പറയുന്നത് കവടി വെച്ചിട്ട് എടുക്കുന്നതാണ് ആരൂഢം. കവടി വെച്ചിട്ട് നമ്മൾ രാശി എടുക്കുന്നതാണ് ആരൂഢം. രണ്ടും ഒരുപോലെ കിട്ടി. അതായത് ഇതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, കക്ഷി വന്നതാണ്, ഞാൻ വിളിച്ചു വന്നതൊന്നുമല്ല, എന്നെ അറിയിക്കാതെ വന്നതാണ്. അപ്പോഴങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ലഗ്നം വെച്ച് തന്നെ ഫലം പറയാൻ കഴിയും. ആ വരുന്ന ലഗ്നം വെച്ചിട്ട് ഫലം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്.
പക്ഷെ അങ്ങനെ വന്നപ്പോൾ ലഗ്നത്തിൽ രാഹുവും മാന്തിയും ലഗ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സംശയം വന്നു. ഒന്ന് കബഡിയും കൂടി വച്ച് നോക്കാം, ആരൂഢം ഏത് വരണമെന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ആരൂഢവും അവിടെ തന്നെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ലഗ്നത്തിൽ തന്നെ ആരൂഢം കിട്ടിയെന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ലഗ്നം ശരിയാണെന്നാണ്. ലഗ്നം ശരിയാണ്. ആ ലഗ്നം വെച്ചപ്പോൾ അപ്പോഴും നമുക്ക് തറപ്പിക്കാം. ഫലം പറയുന്നത് ഒരു സംശയവും വേണ്ട. സംശയം കൂടാതെ ഫലം മീന ആരൂഢം വെച്ചിട്ട് ഫലം പറയാം. വിഷയം മാരേജ് തടസ്സമാണ്. എന്തായിരിക്കാം തടസ്സമെന്ന് ആരെങ്കിലും പറഞ്ഞു നോക്കാം. നിങ്ങളുടെ മനസ്സിനകത്ത് തോന്നുന്നതിനെ പറയുക. നമ്മൾ നോക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നോക്കണം. ഒരു രീതിയിലുള്ള കാര്യം പറഞ്ഞാൽ, ഒന്ന് ഈശ്വരാനുഗ്രഹം ആദ്യം, 2 പരദേവതാ കോപം, 3 നാഗർശാപം, 4 പ്രേതകോപം, 5 പിതൃശാപം, മാതൃശാപം, ഗുരുശാപം, സഹോദരശാപം എക്സെട്ര. പ്രേതകോപം, പിന്നെ ബ്രാഹ്മണശാപം, രക്ഷസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ആഭിചാരദോഷം. ഇത്രയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. പിന്നെ കൈവിഷദോഷം. ഇങ്ങനെ ഓരോന്നിനും നിയമം പഠിച്ചിട്ടുണ്ട്. ഓരോന്നിനും എന്തൊക്കെ ഉണ്ട്. ആദ്യം ഈശ്വരാനുഗ്രഹം ഉണ്ടോ എന്ന് നോക്കണം. ഈശ്വരാനുഗ്രഹം ഉണ്ടോ? കുഴപ്പമില്ല സാർ. കുഴപ്പമില്ല. വ്യാഴം 2-ല്, വ്യാഴം 6, 8, 12 പോയില്ല. വ്യാഴം 6-ലോ 8-ലോ 12-ലോ പോയാൽ ഈശ്വരാനുഗ്രഹം ഇല്ല. അങ്ങനെ ഒന്നും കുഴപ്പമില്ല. പിന്നെ പരദേവത. പരദേവത എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ട് ചിന്തിക്കും? ഈ കുടുംബദേവത 4-ല് ആര് നിൽക്കണം നോക്കണം. 4-നെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? 4-നെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ശുഭദൃഷ്ടിയില്ല. 4 ശുഭദൃഷ്ടിയില്ല. 4 2 പാവഗ്രഹങ്ങളാണ്. 2 പാപഗ്രഹങ്ങളുടെ, 2 പ്രബലന്മാരായ 2 പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണ് 4-ലുള്ളത്. അപ്പോൾ 4-ന് അങ്ങനെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി വരികയും 4-ാം ഭാവപതിയും 7-ാം ഭാവപതിയും ആരാണ്? 4-ഉം 7-ഉം. അത് എന്തായി മാറി? ബാധയായി മാറി. അപ്പോൾ 4-ഉം 7-ഉം ഒരേ ആളാണ്. 7-ആണ് ബാധ. ഉഭയരാശിക്ക് 7 ബാധ എന്നാണ്. ഉഭയരാശിക്ക് 7 ബാധ. അപ്പോൾ 7 ബാധയാകുമ്പോൾ ആരാണ് ബാധയായത്? ബുധൻ ബാധയായി. ശരിയല്ലോ? ബുധൻ ബാധയാകുമ്പോൾ 4-ഉം ബാധയായി എന്നർത്ഥം. ബുധൻ 4-ഉം 7-ഉം ബാധയല്ലേ? 4-ഉം 7-ഉം ബുധനാണല്ലോ. അപ്പോൾ 7 ബാധയാകുമ്പോൾ 4-ഉം അതേയാണ്. 2 ഒരേ ആളാണ്. അപ്പോൾ 4-ാം ഭാവപതി ബാധയായി എന്നർത്ഥം. അപ്പോൾ പരദേവത വലിയ അനുഗ്രഹമല്ല. പരദേവത അനുഗ്രഹമാണ്. ഒന്ന്, പരദേവതയുടെ സ്ഥാനത്ത് 2 പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണ്. അത് നല്ലതല്ല. അത് അധോമുഖ രാശിയാണ്. സൂര്യൻ നിൽക്കുന്ന രാശിയും അതിൻ്റെ കേന്ദ്ര രാശിയും അധോമുഖ രാശി എന്ന് പറയും. അത് നല്ലതല്ല. അത് 4-ാം ഭാവതി ബാധയായി എന്നാണ്. അപ്പോൾ പരദേവത നല്ല ഒരു അനുഗ്രഹ അവസ്ഥയിലല്ല. പരദേവത ആരായിരിക്കാം? അവതാര വിഷ്ണു. ബുധന്റെ രാശിയാണ് വിഷ്ണു. പക്ഷെ വിഷ്ണു ആണെങ്കിലും ബാധയായിട്ട് മാറുകയും അവിടെ പാപബന്ധമൊക്കെ വരുമ്പോൾ വിഷ്ണു ആകണമെന്നുള്ള നിർബന്ധമുണ്ടോ? വല്ല മന്ത്രമൂർത്തി പോലുള്ള എന്തെങ്കിലുമൊക്കെ ആയിക്കൂടാന്നില്ല. വിഷ്ണുവിൻ്റെ ഒരു ചൈതന്യമുള്ള എന്തെങ്കിലും വല്ല മന്ത്രമൂർത്തിയോ വിഷ്ണുവിനെ ആരാധിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയോ എന്തെങ്കിലും ആയിക്കൂടെ. അങ്ങനെ ആകാനാണ് വഴി. അങ്ങനെ ചിന്തിക്കാം. ബാധയായതുകൊണ്ടാണ്. അതിന് നല്ലൊരു ശുഭത്വമില്ല. രാശിക്കൊരു ശുഭത്വമില്ലാതെ ബാധയായതുകൊണ്ട് മന്ത്രമൂർത്തിയുടെ ആരാധനയൊക്കെ അവർക്ക് പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോഴൊന്നുമില്ല. കുടുംബത്തിലൊന്നും ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും അവരൊന്നും കൊടുക്കുന്നൊന്നുമില്ല, പോകുന്നുമില്ല. ഇപ്പം എൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ കുടുംബത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത്ര തന്നെ. അല്ല വേറെ ഇപ്പോഴും പ്രാബല്യത്തിലില്ല. ബാധകാധിപൻ എവിടെയാണ് നിൽക്കണം നോക്കണം. 9-ല്. 9 എന്തോന്ന് സ്ഥാനം?
ഉപാസന, ഭാഗ്യം. ഉപാസന. അപ്പോൾ 4-ാം ഭാവപതി 9-ൽ നിന്നാൽ എന്ത് പറയാം? പരദേവത ആരാധനാ സ്ഥാനത്ത് നിൽക്കുന്നു, ശരിയല്ലേ? അതെ. അപ്പോൾ ഈ പരദേവത അവർ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല. ഇല്ല. ആരൊക്കെ ആരാധിക്കുന്നുണ്ട്. ഇവരെ ആരാധിക്കുന്നില്ലായിരിക്കാം. ഇവരെ അമ്മാവന്മാരോ അമ്മൂമ്മയോ അമ്മാവനോ അല്ലെങ്കിൽ വലിയമ്മ കുഞ്ഞമ്മമാരോ വലിയച്ഛനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആരാധിച്ച് പൂജിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രശ്നം ചിന്തിക്കേണ്ടത്. 4 ബാധയായി, 4 എന്ന് വെച്ചാൽ പരദേവത ബാധയായി, അത് 9-ലാണ് ചെന്ന് നിൽക്കുന്നത്. 9 എന്ന് പറയുമ്പോൾ ആരാധനാസ്ഥാനം. അപ്പോൾ അതിനെ ഈ പരദേവതയെ വച്ച് ആരാധിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ചിന്തിക്കണം. പരദേവതയെ വച്ച് ആരാധിച്ച് വരുന്നു തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആരോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു അനുഗ്രഹ അവസ്ഥയിലല്ല. ഇനി വൃശ്ചികൻ രാശിയിൽ ബുധൻ നിന്നാൽ എന്തൊക്കെ പറയാം? നാസ്തിക ചോര കുസ്ത്രീക എന്നൊക്കെ പറയാം. ഒരു ഈശ്വര വിശ്വാസമില്ലായ്മ, കള്ളത്തരം, മോശമായ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ പറയാം. അതായത് ചൊവ്വയുടെ രാശിയിൽ ബുധൻ നിൽക്കുന്നു കഴിഞ്ഞാൽ നല്ല ഫലമല്ല പറയുന്നത്. നാസ്തികത്വം എന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ, നാസ്തികത്വം, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈശ്വര വിശ്വാസം ഇല്ലാത്ത പ്രവർത്തികൾ. അപ്പോഴങ്ങനെ വരികയാണെങ്കിൽ ഈ എന്ത് വരാം? ഇന്ന് പരദേവത എന്ന് പറയുന്നത് ഉപാസനാ സ്ഥാനത്ത് നിൽക്കുകയും അത് നാസ്തികത്വം വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഇപ്പോഴും ശരിക്കും ഉപാസിച്ച് വരുന്നില്ല എന്നർത്ഥം. അതിനെ ഉപേക്ഷിച്ച ഒരവസ്ഥയിൽ വരുന്നുണ്ട്. പക്ഷെ 9-ലാണ് നിൽക്കുന്നത്, നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷെ അതിനെ ശ്രദ്ധിക്കാൻ വേണം ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെ എടുക്കാമോ? അങ്ങനെ എടുത്തുകൂടെ? അങ്ങനെ എടുത്തുകൂടെ? എടുക്കാം. പരദേവത ഉപാസനാ സ്ഥാനത്താണ് നിൽക്കുന്നത്. പരദേവത ബാധയായിട്ടാണ് ഉപാദാന സ്ഥാനത്ത് നിൽക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാധകാധിപൻ 9-ഉമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ബാധകാധിപൻ 9-ഉമായിട്ട് ബന്ധപ്പെട്ടാൽ മുൻപൊരു ദേവനെ ആരാധിച്ചിരുന്നു എന്നും അതിനെ ഇപ്പോഴാരാധിക്കുന്നില്ല എന്നും അതിൻ്റെ കോപമുണ്ടെന്നും അതിനെ ആരാധിക്കണമെന്നുമാണ് അർത്ഥം. ഇനി 9-ാം ഭാവപതി എവിടെ ദൃഷ്ടി നോക്കണം? 9-ാം ഭാവപതിക്ക് എവിടെ ദൃഷ്ടി ഉണ്ടെന്ന് നോക്കണം? 4. ഗുഡ്. 4-ാം ഭാവപതി 9-ൽ, 9-ാം ഭാവപതി 4-ൽ. അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നോക്കണം. ഇത്രയും കണ്ടിട്ട് നമുക്ക് ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അവർ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? 4-ാം ഭാവപതി 9-ൽ നിൽക്കുന്നു, 9-ാം ഭാവപതിക്ക് 4 ദൃഷ്ടി. അതും ആ ചൊവ്വ 10-ലാണ് നിൽക്കുന്നത്. 10-ലെ ചൊവ്വയ്ക്ക് ദിഗ്ബലം ഏറ്റവും കൂടുതൽ 10-ലാണ്. ചൊവ്വയ്ക്കും സൂര്യനും ദിഗ്ബലം ഏറ്റവും കൂടുന്നത് 10-ൽ. സ്ട്രോങ് ആ നിൽക്കുകയാണ്. 9-ാം ഭാവപതി 10-ൽ നിന്നാൽ ത്രികോണനാഥൻ കേന്ദ്രത്തില് ധർമ്മകർമാധിപ യോഗമാണ്. ധർമാധിപൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ആ ചൊവ്വ സ്ട്രോങ് ചൊവ്വയാണ്. അപ്പോൾ ആരും ആരാധിക്കുന്നുണ്ട്, പക്ഷേ ഈ പരദേവതയെ ഉപേക്ഷിച്ചു. അതിനെ തിരിച്ച് നമ്മൾ പൂജിക്കണം. അങ്ങോട്ട് ശനി ദൃഷ്ടിയില്ല സാറേ? ശനിദൃഷ്ടിയുണ്ട്. ശനിദൃഷ്ടി വരുന്നത് നല്ലതല്ല. ശനിദൃഷ്ടി വരുമ്പോൾ ഒരു പഴക്കത്തിന്റെ കാരണം, അത് നല്ലതല്ല. കാലങ്ങളായിട്ട് ഇവര് പരദേവതയെ വണങ്ങുന്നില്ല എന്ന് പറയാല്ലേ? യെസ്, അത് തന്നെയാണ് പോയിന്റ്. ശനിയുടെ ദൃഷ്ടിയാകുമ്പോൾ ഇതിന് കാലപ്പഴക്കം ഉണ്ടെന്ന് അർത്ഥം. കാലങ്ങളായിട്ട് ഉപേക്ഷിച്ച പോലെ അവർ പറഞ്ഞ വാക്കിൽ തോന്നാണ് ഞങ്ങളുടെ ഉപയോഗിക്കണമൊന്നുമില്ല എന്ന് തന്നെ അവർ പറയുകയും ചെയ്തത്. പക്ഷെ കുടുംബത്തിൽ വേറെ ആരൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ ഉപേക്ഷിച്ചങ്ങ് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവർ ആവാഹിച്ച് എവിടെയും കൊണ്ട് കൊടുത്ത് നിലനിർത്തണം. അത് തന്നെ ഏറ്റവും കടുത്ത ഒരു ദോഷം അത് തന്നെയാണ്. എങ്ങനെ? അഷ്ടമാധിപതി അല്ലേ ശുക്രൻ? അത് 9-ലാകുമ്പോ ഒരു അത് നല്ലതല്ല. ശുക്രൻ അവിടെ നിൽക്കുന്നതും സ്ത്രീ വിഷയമാണ്.
ബുധൻ അവിടെ നിൽക്കുന്നതും മോശമായ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം. ശുക്രൻ അവിടെ നിൽക്കുന്നതും മോശമായ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം. 5-ാം ഭാവപതി 7-ൽ നിൽക്കുന്നു. നോക്കണം ഒന്നുകൂടി. അപ്പോൾ ഈ പയ്യന് വല്ല ചുറ്റിക്കളികളും ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 5-ാം ഭാവപതി 7-ൽ നിൽക്കുകയല്ലേ. ഏത് യോഗം? 5-ാം ഭാവപതി 7-ൽ നിൽക്കുകയല്ലേ. 5 ലവ് അഫെയർ ആണ്, അത് 7-ൽ നിൽക്കുകയാണ്. ഇനി ബുധൻ അവിടെ നിൽക്കുന്നത് തന്നെ നാസ്തിക ചോര, കുസ്ത്രീക, മോശമായ സ്ത്രീ. ശുക്രന്റെ രാശി, ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ നിന്നാൽ പരയുവതിരത, തദർത്ഥവാദർ, ഹൃതവിഭവ, കുലവാംസന, കുചർഷേ, മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധമുണ്ടെന്നർത്ഥം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വല്ല പെൺപിള്ളരുമായിട്ട് വല്ല കമ്പനി അടിച്ചിട്ട് ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തിരിക്കാം. അതൊന്നും നമ്മുടെ അടുത്ത് പറയില്ല. നമ്മൾ ഒരിക്കൽ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അവരുടെ കാര്യം, അവരെ നമ്മൾ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നൊന്നും വരരുത്. ഇത് നേരെ തിരിച്ച് പുരുഷനാണ് സ്ത്രീയാണ് വെച്ചിരുന്നതെങ്കിൽ അവർക്ക് സ്ത്രീയാണ് വെച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും പയ്യന്മാരുമായിട്ടുള്ള കമ്പനി ഉണ്ടെന്ന് പറയണം. നമുക്ക് തിരിച്ചു പറയാം, കുഴപ്പമില്ല. തിരിച്ചു പറയുന്നതിന് കുഴപ്പമില്ല. സ്ത്രീക എന്നുള്ളത് മോശമായ പുരുഷന്മാരുമായിട്ടുള്ള സമ്പർക്കം. ഇപ്പോൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ പിള്ളേർക്ക് ചുറ്റിക്കളികളൊക്കെ ഉണ്ടാകും. കളി ഒരു രസകരമായിട്ടൊക്കെ അങ്ങ് പോയി അത് ചിലപ്പോൾ കയറി റൈസാവും, കളി കാര്യത്തിലാവും. കാര്യത്തിലാകുമ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുന്നതാണ്. തെറ്റ് പറയാൻ പാടില്ല. നമ്മുടെ കുട്ടികളും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മുടെ കുട്ടിയൊക്കെ വന്നാലും നമ്മളത് സഹിക്കേണ്ടത് തന്നെ. പക്ഷെ ഇത് കുറച്ച് മോശമായിട്ടാണ് കാണുന്നത്. അതുകൂടെ പറയുമ്പോൾ മാരേജ് വിഷയമാണ്. അപ്പൊ ഇത്രയൊന്നും എഴുതുന്നത് വിവാഹകാരകൻ ശുക്രനല്ലേ? ശുക്രൻ വിവാഹകാരകം കൂടിയല്ലേ? വിവാഹകാരകൻ പ്രത്യേകിച്ച് പുരുഷനാണ്, വിവാഹകാരകനാണ്. അത് ചെന്ന് നിൽക്കുന്ന സ്ഥലം നോക്കണം. സാറ് പറഞ്ഞ പോലെ ചുറ്റിക്കളി എന്ന് ഉറപ്പ്. ചുറ്റിക്കളി തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം രണ്ട് കാരണമാണ് വരുന്നത്. ബുധനും അത് തന്നെ പറയുന്നത്, ശുക്രനും അത് തന്നെ പറയുന്നത്. ഇനി വേറെ ഒരു കാര്യമുണ്ട്. മാരേജ് വിഷയമാകുമ്പോൾ ഏതൊക്കെ പാവത്തിനാണ് പ്രാധാന്യമുള്ളത്? 7. ലഗ്നവും 7-ഉം. ലഗ്നം കൊണ്ട് നമ്മൾ കക്ഷിയെ ചിന്തിക്കുകയല്ല. അതായത് ലഗ്നം കൊണ്ട് സ്ത്രീയെ ചിന്തിക്കുക, 7 കൊണ്ട് പുരുഷനെ ചിന്തിക്കുക എന്നാണ്. ഇവിടെ പുരുഷനാണ് പ്രശ്നം വച്ചത്. സ്ത്രീ ഇവിടെ നമുക്കിവിടെ പ്രസന്റ് അല്ല. അപ്പോൾ ഞാനത് എടുത്തത് മാരേജ് പ്രശ്നത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ടാണ് വരുന്നു എന്നുണ്ടെങ്കിൽ ഭാര്യയെ കൊണ്ട് ലഗ്നം കൊണ്ട് ഭാര്യ, 7 കൊണ്ട് ഭർത്താവ്. ഒന്നുകൂടെ പറയാം. മാരേജ് പ്രശ്നത്തിൽ ആണും പെണ്ണുമായിട്ട് വരികയാണെങ്കിൽ ഭർത്താവ് ലഗ്നം കൊണ്ട് സ്ത്രീയും 7 കൊണ്ട് പുരുഷൻ. ഇവിടെ ഒരു പ്രശ്നം വയ്ക്കാൻ വേണ്ടി ഒരാൾ വരികയാണ്. ഇവിടെ ലേഡി ആരെന്ന് അറിഞ്ഞുകൂടാ, മാരേജ് നടന്നില്ല. അപ്പോൾ പിന്നെ ലഗ്നം കൊണ്ട് പയ്യനെ തന്നെ നമുക്ക് എടുക്കണം, ആൺകുട്ടിയെ തന്നെ എടുക്കണം. അപ്പൊ ലഗ്നാധിപനും 7-ാം ഭാവാധിപനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കണം. ലഗ്നാധിപനും 7-ാം ഭാവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവർ പരസ്പരം ദൃഷ്ടിയോ യോഗമോ പരസ്പരം കേന്ദ്രത്തിലോ 1-ന്റെ 8-ലാണ് അടുത്തത് നിൽക്കുന്നത്. ലഗ്നാധിപൻ ആര്? വ്യാഴം. 7-ാം ഭാവതൻ ആര്? ബുധൻ. അവര് തമ്മിൽ എങ്ങനെ നിൽക്കണമെന്ന് നോക്കണം. അവര് തമ്മിൽ ലഗ്നമില്ല, അവർ തമ്മിൽ എങ്ങനെ? ഷഷ്ടാഷ്ടമായിട്ട് 6 ഒരു യോജിപ്പും ഇല്ല. അപ്പോൾ മാരേജ് നടക്കാൻ ഒരു ചാൻസും ഇല്ലെന്ന് തന്നെ പറഞ്ഞു. ഇപ്പോഴൊന്നും നടക്കാൻ ഒരു ചാൻസും ഇല്ല. അത് തന്നെയാണ് ഈ കാതലായ പോയിന്റ്. ഇതാണ് ഇപ്പം പറഞ്ഞതാണ്. അവർ തമ്മിൽ ഒരു യോജിപ്പ്. അതേസമയം പരസ്പരം ദൃഷ്ടിയിലോ പരിവർത്തനത്തിലോ പരസ്പരം കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിന്നാലും മതി. അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ രണ്ടുപേരും ലഗ്നമായിട്ടോ 7-മായിട്ടോ ബന്ധപ്പെടുകയോ അങ്ങനെ ഒന്നും ഒരു ബന്ധവും വന്നില്ല. നമുക്ക് പറയത്തക്ക രീതിയിൽ ഒരു ബന്ധമില്ല. ബന്ധം വരാത്തത് മാത്രമല്ല, പരസ്പരം ഷഷ്ടാഷ്ടമത്തിൽ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഷഷ്ടാഷ്ടമാണ് ഏറ്റവും ദോഷമുള്ളത്. നമ്മളൊരു പൊരുത്തം എടുത്താലും മുഹൂർത്തം എടുത്താലും ഷഷ്ടാഷ്ടമ ദോഷമാണ് ഏറ്റവും നമ്മൾ കടുത്ത ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു കാര്യം. ഒരു യോജിപ്പില്ലാതെയാണ് നിൽക്കുന്നത്. ഇനി ഒരു ദോഷം കൂടി കൊണ്ട് പറഞ്ഞു നോക്കണം. വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ പോയിന്റുകളെല്ലാം പറഞ്ഞു തന്നു.
ഒരു ക്ലൂ തരാം. ആരൂടെ അല്ലെങ്കിൽ ലഗ്നത്തിന് ഒന്ന് നോക്കണം. ആരൂഢത്തില് മാന്തിയും സർപ്പനും നിൽക്കുന്നുണ്ട്. ശരി, കറക്റ്റ്. എന്താണ്, എന്ത് പറയാം? പ്രേതകോപവും എല്ലാം നോട്ട്, ക്ലിയർ ആ നോട്ട് വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചു നോക്കണം നോട്ട്. അതാണ് എങ്ങനെ സർപ്പദോഷം പറയാം. സർപ്പദോഷത്തിൽ എന്താണ് ദോഷം? സർപ്പദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നതാണ്. നമ്മളല്ല, കുറച്ചുകൂടി ക്ലിയറാ പറയുന്നത്. മാന്തിയും സർപ്പനും കൂടി ഒരുമിച്ച് നിന്നാൽ എന്ത് പറയും? നോട്ടിൽ എഴുതിയിട്ടുണ്ട്, കറക്റ്റാ എഴുതിയിട്ടുണ്ട്. സർപ്പധ്വംസനം. സർപ്പദംസനയേറ്റ് മരിച്ച പറയണം. എങ്ങനെയുള്ള പ്രേതം? ശല്യം. അതാണോ പെണ്ണോ? ആണോ പെണ്ണോ? സർപ്പധ്വംസനം ഏറ്റു മരിച്ച ഒരു പ്രേതത്തിന്റെ പ്രശ്നമുണ്ട്. അതാണോ പെണ്ണോ എന്ന് ചോദിച്ചു. സ്ത്രീയാണോ പുരുഷനാണോ? പെണ്ണ്. സ്ത്രീയല്ലേ? സ്ത്രീ രാശിയാണ്. അങ്ങനെ ഉണ്ടോ എന്ന് ആദ്യം ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇല്ല തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? അവിടെ അടുത്ത് എന്തോന്നു പോസിബിലിറ്റി? ഇല്ല എന്ന് പറഞ്ഞു. അടുത്ത പോസിബിലിറ്റി എന്താണ്? യെസ്, വെരി 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 കറക്റ്റ്. ഇത്രയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ അതിന് വേറെ ഒന്നും നോക്കണ്ട. പ്രാക്ടീസ് ചെയ്യാം, ധൈര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. വിഷം കഴിച്ച് മരിച്ചത് ആസിഡ് എടുത്ത് അടിച്ചു. ആസിഡ് എന്ന് പറഞ്ഞാൽ റബ്ബർ ഷീറ്റ് അടിക്കണം. ഫോമിക് ആസിഡ് ഉണ്ടല്ലോ, ഫോമിക് ആസിഡ്. റബ്ബർ ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസിഡ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? റബ്ബർ ഷീറ്റ് അടിച്ചിട്ട് ഫോമിക് ആസിഡ് അതെടുത്ത് അടിച്ച് മരിച്ച ഒരു സ്ത്രീ അവരുടെ കുടുംബത്തിലുണ്ട്. അമ്മൂമ്മ, ഈ പയ്യന്റെ അമ്മൂമ്മയാണ്. കുറച്ച് പഴക്കമുണ്ട്. വ്യാഴത്തിന്റെ നിസർഗ വയസ്സ് 18, 32 അല്ല 32, 50. അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു പ്രായം. അത് തന്നെ പ്രായം. 50 കഴിഞ്ഞു എന്ന് പറഞ്ഞു. വ്യാഴത്തിന്റെ നിസർഗ വയസ്സ് പറയണം. വ്യാഴത്തിന്റെ രാശിയിലാണ് മാന്തി നിൽക്കുന്നത്. വ്യാഴത്തിന്റെ നിസർഗ വയസ്സ് 32, 50. കറക്റ്റ് ആയിരുന്നു അത്. അതിന് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലഗ്നത്തിന് ഒന്നുകൂടി കവടി വെച്ച് ആരൂഢം കൂടി എടുത്തപ്പോൾ അതേ ആരൂഢം കിട്ടിയെന്ന് പറഞ്ഞ അർത്ഥം നമ്മുടെ കറക്റ്റ് ടൈമിന് കക്ഷി വന്ന് കയറി തന്നു എന്നർത്ഥം. അതിനെ തീർത്ത് കളഞ്ഞില്ലെങ്കിൽ കുഴപ്പവും. ഈ പരദേവതയും പൂജിക്കണം. പരദേവതയെ പൂജിക്കണം. അതോടൊപ്പം പരദേവതയുടെ ഇഷ്ടം വാങ്ങണം. മന്ത്രമൂർത്തി ആയിരുന്നാലും ശരി തന്നെ, പിന്നെ മഹാവിഷ്ണു ആയിരുന്നാലും ശരി തന്നെ, അതിനെ പൂജിക്കണം. അതോടൊപ്പം ഇതിനെ ആവാഹിച്ച് മാറ്റിയും വേണം. കുട്ടി പയ്യന്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അനിയത്തിയോ ജ്യേഷ്ഠത്തിയോ ആണ്. നേരെ അമ്മൂമ്മയല്ല. കുഞ്ഞമ്മ വലിയമ്മമാരിൽ ഒരുവല്ലോ. അമ്മയുടെ അമ്മ അമ്മൂമ്മയായി. അമ്മൂമ്മയുടെ അനിയത്തി ജ്യേഷ്ഠത്തിമാരിൽ വരുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയും 4ാം ഭാവം ബുധന്റെ രാശിയായത് വാസ്തു സംബന്ധമായ ദോഷങ്ങള് കണക്കിലോ? വീടിന് ദോഷം വരാം. വീടിപ്പോ അവര് വച്ചുകൊണ്ടിരിക്കുന്നു. വീടിപ്പം പുതിയതെന്ന് വച്ചു എന്ന് പറഞ്ഞു. അവിടെ വേറെ കുഴപ്പങ്ങളുണ്ട്. വീട്ടിൽ ഭയങ്കര തർക്കങ്ങൾ, വിഷയങ്ങളുണ്ട്. വാസ്തു ദോഷമല്ല, വീട്ടിൽ കേസൊക്കെ ആയി ഒരു വഴിത്തർക്കം വന്ന് കേസ് പറഞ്ഞ് ഭയങ്കരമായി ചിലവൊക്കെ ഉണ്ടായി അവർക്ക്. അതാ പറയുന്നത്, ഒരുപാട് പോസിബിലിറ്റി. ജ്യോതിഷം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നോട്ട് ഡിറ്റർമിനിസ്റ്റിക് ബട്ട് പ്രോബബിലിറ്റി.
സാധ്യതകളാണ്. ഒരുപാട് നമുക്ക് തറപ്പിച്ച് ഇന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു ഭാവം കൊണ്ട് ഒരുപാട് കാര്യം ചിന്തിക്കാം. അതിൽ ഏതെങ്കിലും ഒന്ന് വന്നേക്കാം. ചൊവ്വ വഴക്കിന്റെയും വയ്യാവേലയുടെയും ആളാണ്. ചൊവ്വ പ്രശ്നത്തിന്റെയും കല്ലുകളുണ്ടല്ലോ, ശിലയുടെ കാരകത്വം ചൊവ്വയ്ക്കും സൂര്യനും ഒക്കെ ഉണ്ട്. അതിന് തർക്കം വന്ന് ഇവര് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഒടുവിൽ കോടതി കേസായി, വലിയ പ്രശ്നങ്ങളൊക്കെ ആയി. നാലിലേക്ക് സാറേ, ഈ അഞ്ചാം ഭാവാധിപനെ ചന്ദ്രന്റെ 7 നിപ്പുണ്ട്. ഇയാൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു ബന്ധം നശിക്കുകയോ, കന്യായം പരദേശവാസം എന്നൊക്കെ പറഞ്ഞിട്ട് 7 ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നിലനിൽക്കാനോ ഉള്ള ഉണ്ട്. അതാണ് പറഞ്ഞത്, ചുറ്റിക്കളി ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. പരസ്ത്രീ എന്തോ പയ്യനാണെങ്കിൽ കാണാൻ നല്ല ഫെയർ ആണ്. ഈ ബോഡി ലാംഗ്വേജ് എന്നൊരു കാര്യം അത് മറക്കാൻ കഴിയില്ല. നല്ല ഫെയർ ആയിട്ടുള്ള പയ്യനോ പെൺകുട്ടിയാണെങ്കിൽ ഇവര് അങ്ങോട്ട് പോകണമെന്നുള്ള നിർബന്ധമില്ല. പാർട്ടി ഇങ്ങോട്ടൊന്ന് തട്ടിക്കൊള്ളും. നമ്മുടെ കോളേജിലൊക്കെ കാണുന്നില്ല, നല്ല ഫെയർ ആയിട്ടുള്ള പെൺപിള്ളേരോ ആൺപിള്ളേരോ ഉണ്ടെങ്കിൽ ചുറ്റിക്കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവരുടെ ഓപ്പോസിറ്റ് സെക്സിന് അട്രാക്ഷൻ ഉണ്ടാവും. നല്ല ഫെയർ ആണ് കാണാൻ. കണ്ട പ്രായം വരെ തോന്നുന്നില്ല. നല്ല സ്ലിം ആണ്, സ്ലിം ഹാൻസം യങ് മാൻ. തോന്നിക്കില്ല. ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷഷ്ടാഷ്ടമ ബന്ധം പറഞ്ഞത് മനസ്സിലായില്ല സാർ. ഇതിലൊരു ഷഷ്ടാഷ്ടമ ബന്ധം പറഞ്ഞില്ലേ? വ്യാഴത്തിന്റെ 8 ബുധന്റെ 6 വ്യാഴം. വ്യാഴത്തിന്റെ 8 ബുധൻ നിൽക്കുന്നത്, ശരിയല്ലേ? മനസ്സിലായി. ബുധന്റെ 6 വ്യാഴം. എന്തിനാ അവരെ പിടിച്ചു എന്ന് കണ്ട? അത് വിവാഹ വിഷയമാകുമ്പോഴേ ലഗ്നവും 7 ലഗ്നം പയ്യനെ എടുക്കാം, 7 പെണ്ണിനെ എടുക്കാം. അവർ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കണം. അതറിഞ്ഞിരിക്കണം. വിവാഹ കാര്യങ്ങൾ വരുമ്പോൾ ലഗ്നവും 7 തമ്മിൽ ബന്ധം. പക്ഷേ ഈ വ്യാഴവും ബുധനും കൂടി പരസ്പരം ദൃഷ്ടിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം വിവാഹം എന്തൊക്കെ ഉണ്ടെങ്കിലും വിവാഹം നടക്കുമെന്ന് പറയാം. ഇതിപ്പോ നമുക്ക് നടക്കുമെന്ന് പറയാനൊന്നും പറ്റൂല. ലഗ്നാധിപനും 7ാം ഭാവാധിപനും, ലഗ്നാധിപൻ വെച്ചാൽ നമ്മുടെ പ്രസ്താവ് പയ്യനാണ്. 7 എന്ന് വെച്ചാൽ അവൻ കല്യാണം കഴിക്കാൻ വരാൻ പോകുന്ന ഒരു ഭാര്യയുടെ സ്ഥാനം. ആ 2 ഗ്രഹങ്ങളും തമ്മിൽ ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. തമ്മിൽ പരസ്പര ബന്ധം വേണം. തമ്മിൽ ബന്ധമില്ലാത്തതുകൊണ്ട് നടക്കാൻ വളരെ പാടാണ്. അതിന്റെ റീസണാണ് ഈ പറഞ്ഞതെല്ലാം. എഴുതാമോ? എഴുതണോ? നിങ്ങൾ എഴുതിക്കൊള്ളുവോ? എഴുതാം സാറേ. എഴുതാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പരിഹാരം പറയണമെന്ന് പറഞ്ഞു. പരിഹാരം എഴുതിയിട്ടില്ല. എന്നിട്ട് എഴുതാം. ലഗ്നവും അത് എഴുതേണ്ട സ്പേസ് വേണമെങ്കിൽ വിട്ടേക്കണം. ലഗ്നവും ആരൂഢവും മീനം. ഷോർട്ട് എഴുതാം. ഒരുപാടൊന്നും വിശദീകരിച്ച് എഴുതണ്ട. ഇനിയൊക്കെ ഒരുമാതിരി വിശദീകരിച്ചൊന്നും എഴുതാൻ നിൽക്കേണ്ട. അത് ഷോർട്ടായിട്ട് എഴുതിയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ നോക്കണം. ലഗ്നവും ആരൂഢവും മീനം. ഈശ്വരാനുഗ്രഹമുണ്ട്. പരദേവത 4 കൊണ്ട് ചിന്തിക്കണം. പരദേവത 4 കൊണ്ട് ചിന്തിക്കണം. നാലും ഏഴും പാവപതി ബുധൻ. 4ഉം 7ഉം പാവപതി ബുധൻ. ബുധൻ ബാധകാധിപനായി 9. ബുധൻ ബാധകാധിപനായി 9. ബാധകാധിപൻ 9 നിന്നാൽ
പാതകാധിപൻ 9 നിന്നാൽ എഴുതുന്നുണ്ടോ? എഴുതാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് സാർ. പാതകാധിപൻ 9 നിന്നാൽ മുൻപൊരു ദേവനെ ആരാധിച്ചിരുന്നു, ഇപ്പോൾ അതിനെ ആരാധിക്കുന്നില്ല, ആ ദേവന്റെ കോപമുണ്ട് എന്ന് പറയണം. മുൻപ് ഒരു ദേവനെ ആരാധിച്ചിരുന്നു, ഇപ്പോൾ ആരാധിക്കുന്നില്ല, ഇപ്പോൾ ആരാധിക്കുന്നില്ല, ആ ദേവന്റെ കോപമുണ്ട്. പാതകാധിപൻ 4-ാം ഭാവപതി കൂടിയായതുകൊണ്ട് അത് പരദേവതയായിരിക്കാം. പാതകാധിപൻ 4-ാം ഭാവപതി കൂടിയായതുകൊണ്ട് അത് പരദേവത ആയിരിക്കാം. ശ്രദ്ധിക്കേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. ശ്രദ്ധിക്കേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. അത് മന്ത്രമൂർത്തിയാകാം. അത് മന്ത്രമൂർത്തിയാകാം. കൂടാതെ 9-ാം ഭാവപതിക്ക് 4-ൽ ദൃഷ്ടിയുമുണ്ട്. ഒൻപതാം ഭാവപതിക്ക് 4-ൽ ദൃഷ്ടിയുമുണ്ട്. നാലും 9-ഉം തമ്മിൽ പരിവർത്തന യോഗമാണ്, പരിവർത്തനമാണ്. 4-ഉം 9-ഉം തമ്മിൽ പരിവർത്തനമാണ്. നാലും 9-ഉം തമ്മിൽ പരിവർത്തനമാണ്. അതായത് പരദേവതയായ മന്ത്രമൂർത്തിയെ കുടുംബത്തിൽ ആരോ ആരാധിച്ചു പോകുന്നുണ്ട്. പരദേവതയായ മന്ത്രമൂർത്തിയെ കുടുംബത്തിൽ ആരോ ആരാധിക്കുന്നുണ്ട്. വൃശ്ചകന്റെ കുടുംബക്കാർ ഉപേക്ഷിച്ചു. വൃശ്ചകന്റെ കുടുംബക്കാർ ഉപേക്ഷിച്ചു. കുടുംബത്തിൽ ആരോ ആരാധിക്കുന്നുണ്ട്, വൃശ്ചകന്റെ കുടുംബക്കാർ ഉപേക്ഷിച്ചു. ഏഴാം ഭാവതിയായ ബുധൻ ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്നത്, ഏഴാം ഭാവതിയായ ബുധൻ ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്നത് നാസ്തികത്വവും
നാസ്തികത്വവും മോശമായ സ്ത്രീ ബന്ധവുമാണ്. നാസ്തികത്വം എന്ന് വെച്ചാൽ എന്താണ് സാറേ? ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ എന്നെടുക്കാം, നിരീശ്വരവാദം എന്നെടുക്കാം. നിരീശ്വരവാദം എന്നും എടുക്കാം, അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ എന്ന് കൊടുക്കാം. ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത്, അതിനെ നമ്മൾ എടുക്കുമ്പോഴും ഒരു ഉപേക്ഷിച്ച അവസ്ഥ, അതൊന്നും കുടുംബദേവതയില്ല, ഒന്നുമില്ല, അത് കഴിച്ച് പോകാൻ പറ എന്നൊക്കെ പറയുന്ന ആൾക്കാർ കേട്ടിട്ടില്ലേ? വേറെ ജോലിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുമാതിരി ആ ഒരു അവസ്ഥയാണ്. വിവാഹകാരകനായ ശുക്രൻ ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്നതും പരസ്ത്രീ ദോഷമാണ്. പരസ്ത്രീ ബന്ധം എന്ന് നമ്മൾ പറയണ്ട, പയ്യനല്ലേ, നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പോകരുത്, അവനെ ഹർട്ട് ചെയ്യും പോലെ ആയിപ്പോകും. വിവാഹകാരകനായ ശുക്രൻ, അവിടെ ശുക്രനെ പിടിക്കാൻ കാര്യം വിവാഹകാരകനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കളയാമായിരുന്നു. അതാരോ പറയുകയും ചെയ്തു. ഇപ്പോഴും വിവാഹകാരകനായ ശുക്രൻ ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്നത് പരസ്ത്രീ ദോഷത്തെ സൂചിപ്പിക്കുന്നു. അഞ്ചാം ഭാവത്തിലെ ചന്ദ്രൻ 7 നിൽക്കുന്നത് ലവ് അഫെയറിനെ സൂചിപ്പിക്കുന്നു. അഞ്ചാം ഭാവതിയായ ചന്ദ്രൻ 7 നിൽക്കുന്നത് പ്രേമബന്ധത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത പാരാഗ്രാഫ്. വിവാഹ പ്രശ്നത്തിൽ ലഗ്നവും 7 വളരെ പ്രധാനമാണ്. വിവാഹ പ്രശ്നത്തിൽ ലഗ്നവും 7 വളരെ പ്രധാനമാണ്. ലഗ്നാധിപൻ ബ്രാക്കറ്റിൽ ഗുരു, 7-ാം ഭാവതൻ ബുധൻ. ലഗ്നാധിപൻ ബ്രാക്കറ്റിൽ ഗുരു, 7-ാം ഭാവതൻ ബ്രാക്കറ്റിൽ ബുധൻ. ഭൂന്നിട്ടാണ്. തമ്മിൽ ഒരു ബന്ധവുമില്ല, പരസ്പരം ഷഷ്ടാഷ്ടമത്തിലാണ്. തമ്മിൽ ഒരു ബന്ധവുമില്ല, പരസ്പരം ഷഷ്ടാഷ്ടമത്തിലാണ്. അതായത് വിവാഹം നടക്കാൻ സാധ്യതയില്ല എന്നർത്ഥം. നടക്കാൻ സാധ്യതയില്ല എന്നർത്ഥം. സാറേ, ഇവര് തമ്മില് അംശകത്തിൽ വന്നാലോ നമുക്ക് പറയാമോ? 7 ഇത്തിരി വെയിറ്റ് ഒന്നുമില്ല, പിടിക്കാന്നുള്ളത് ചെറിയൊരു പോസിബിലിറ്റി വേണമെങ്കിൽ പറയാം, അത്ര തന്നെ. അംശകത്തിനെക്കാളും അംശകം എന്ന് പറയുന്നത് പിന്നെ ഒരു ഗ്രഹത്തിന് ആ ഗ്രഹം എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. അംശകത്തിന് ഇത്രയും വെയിറ്റ് ഒന്നും കൊടുക്കണ്ട. അംശകത്തിനെ വേണമെങ്കിൽ പറയുന്ന ആൾക്കാരുണ്ട്, അത് എങ്ങനെയും കൊണ്ട് കണക്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കാര്യം മനസ്സിലാക്കിയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ടല്ലോ. ഗ്രഹനിലയാണ് കറക്റ്റ്. ഗ്രഹനില നമ്മൾ അനലൈസ് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു തെറ്റും വരില്ല.
പക്ഷെ അത് സാറേ കുറച്ച് പ്രയാസമാണ്. അല്പം ആ ട്രാക്കിൽ എത്തിക്കൊള്ളാൻ അല്പ പാടാണ്. സാറേ 9-ാം ഭാവത്തില് ബുധന്റെ ശുക്രന്റെ ദോഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കൂടുതൽ ദോഷമോ ഉണ്ട് അങ്ങനെ? ഉണ്ട്. കേന്ദ്രനാഥൻ, ഒരാള് കേന്ദ്രനാഥൻ ത്രികോണത്തിൽ നിൽക്കുന്ന നല്ലത്, വേറെ ഉപയോഗം ഉണ്ടാവും. ഇവിടെ മാരേജ് പ്രശ്നമാണ്, നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എന്നുള്ളതാണ്. അപ്പോൾ മാരേജ് കാര്യത്തിന് ചോദ്യം, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്ന ഒരു 10-100 എസ്സേ പഠിക്കും. MA പഠിക്കുമ്പോൾ അല്ലെങ്കിൽ BA പഠിക്കുമ്പോൾ 10-100 എസ്സേ പഠിക്കും. പരീക്ഷയ്ക്ക് എന്താണ് ചോദിക്കുന്നു അതിനെ മറുപടി എഴുതാവും. അവിടെ നമുക്ക് മാർക്ക് കിട്ടുമെന്ന്. പഠിച്ചതെല്ലാം അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ചോദ്യം, പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം എന്നർത്ഥം. ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. അവർ സ്പെസിഫിക് ആയിട്ട് ചോദിച്ച കാര്യത്തിന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ആ ബുധൻ അവിടെ നിൽക്കുന്നത് കേന്ദ്രനാഥൻ ത്രികോണത്തിൽ നിൽക്കുന്നത് രാജയോഗപ്രദമാണ്. പക്ഷെ അതിന് ഇത്രയും ദോഷങ്ങളും ഉണ്ട്. ഇവിടെ മാരേജ് പ്രശ്നമായതുകൊണ്ട് വേറെ ഒന്നും വലിച്ചിഴക്കില്ല. ഞാൻ ശ്രദ്ധിച്ചു, ബുധ ശുക്ര യോഗം നല്ലതാണ്. ബുധശുക്ര യോഗം നല്ലത്. 9-ലാണ് നിൽക്കുന്നത്. 7-ാം ഭാവതി 4-ാം ഭാവതി 9-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ കേന്ദ്രനാഥൻ ത്രികോണത്തിൽ നിൽക്കുന്നത് രാജയോഗപ്രദമാണ്. പക്ഷേ അതിന് ഇത്രയും ദോഷമുണ്ട്. വിവാഹം ആയതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതലൊന്നും കിടന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു കുടുംബ പ്രശ്നമായിരുന്നിരുന്നെങ്കിൽ നമുക്ക് എല്ലാ ഭാവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 9-ാം ഭാവത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നന്നായിരിക്കും എന്നൊക്കെ പറയാം. അപ്പോൾ അതായല്ലോ ഇങ്ങനെ 5-ാം ഭാവതി നിൽക്കുന്നത് പ്രേമബന്ധത്തിന്റെ സൂചനയാണ്. ഇങ്ങനെ എന്തെങ്കിലും മുൻപ് ഉണ്ടായിരിക്കാൻ ഇടയുണ്ട്. അങ്ങനെ എന്തെങ്കിലും മുൻപ് ഉണ്ടായിരിക്കാൻ ഇടയുണ്ട്. സാറേ, ഒരു ആരൂഢത്തിന് പാവമധ്യസ്ഥിതി ഉണ്ടോ സാറേ? ലഗ്നത്തിന് ആരൂഢത്തിന് പാവമധ്യസ്ഥിതി കാണും. ഒരു സൈഡ് ശനിയുണ്ട്, മറു സൈഡ് രാഹുണ്ട്. ലഗ്നത്തിന്റെ പാവമധ്യസ്ഥിതി എന്തായിരിക്കും സാറേ? എന്റെ ലഗ്നത്തിൽ പാവമധ്യസ്ഥിതിയാണ് നല്ലതല്ല. കക്ഷിക്ക് ദോഷമെന്നർത്ഥം. കക്ഷിക്ക് വളരെ ദോഷപ്പെട്ട സമയമാണെന്നർത്ഥം. കക്ഷിക്ക് വളരെ ദോഷപ്പെട്ട സമയമാണെന്നർത്ഥം. ഇനി അങ്ങനെ ഉണ്ടായിരിക്കാം, പ്രേമബന്ധം മുൻപ് ഉണ്ടായിരിക്കാം. ഇനി അടുത്ത പാരാഗ്രാഫ്, ലഗ്നത്തിലും ആരൂഢത്തിലും നിൽക്കുന്ന മാന്തിയും രാഹുവും മാന്തിയും രാഹുവും സ്ത്രീ പ്രേതത്തെ സൂചിപ്പിക്കുന്നു. സ്ത്രീ പ്രേതത്തിന്റെ ഉപദ്രവത്തെ സൂചിപ്പിക്കുന്നു. വിഷം കഴിച്ചു മരിച്ച ഒരു സ്ത്രീ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. വിഷം കഴിച്ചു മരിച്ച ഒരു സ്ത്രീ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. സാർ, ഇനി സംഭവിക്കുമെന്ന് ഉള്ളതല്ല, ഇനി സംഭവിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഇൻഡിക്കേഷൻ. മാന്തിയാകുമ്പം പ്രേതമാണല്ലോ. പ്രേതമാകുമ്പോഴും മരിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. അതല്ലേ കാര്യം. ഇനി വരാൻ ചാൻസ് ഇല്ല. വിഷം ഉള്ളിൽ ജന്മിച്ചു. വ്യാഴത്തിന്റെ രാശിയിൽ നിൽക്കുന്ന മാന്തിക്ക് 32-നും 50-നും ഇടയ്ക്ക് പ്രായമുണ്ട്. 32-നും 50-നും ഇടയ്ക്ക് പ്രായമുണ്ട്. ഇനി ഒരു ദോഷം കൂടി കൊണ്ട് ആരെങ്കിലും പറഞ്ഞു നോക്കണം. ഞാൻ പറയാൻ വിട്ടുപോയി.
നമ്മൾ പഠിച്ചു പോയ പോയിന്റിൽ അത് പറയാമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. സർപ്പദോഷം. സർപ്പദോഷം പറഞ്ഞു. സർപ്പദോഷത്തിന് പകരമാണ് ഈ വിഷദോഷം എന്ന് പറഞ്ഞു. ഈ വന്ന പയ്യൻ കുറഞ്ഞ സാധനമൊന്നുമല്ല. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ക്ഷേത്രത്തിന്റെ വെളിയിലൊക്കെ വെക്കുന്ന ആ ഒരു ബ്രാഹ്മണന്റെ ഇല്ല. ചൊവ്വ 9ാം ഭാവതി അല്ലേ? 4ക്ക് ചൊവ്വ ദൃഷ്ടി. ചൊവ്വ 9 തന്നെയല്ലോ. 9 അല്ലേ? 9ാം ഭാഗത്തേക്ക് ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. സൂര്യൻ 6 എന്നല്ലോ, 6ാം ഭാവതി എന്നല്ലോ. അതെ. 6, 9 കൂടി ഒരുമിച്ചാൽ ഗുരുത്വദോഷം പറഞ്ഞൂടെ? ഗുരുശാപം പറയാം. അല്ലെങ്കിൽ പിതൃശാപമോ ഗുരുശാപമോ? പക്ഷെ അത് കേന്ദ്രത്തിൽ വന്നതുകൊണ്ട് അങ്ങനെ പറയൂ. അനിഷ്ടസ്ഥിതി ഇല്ല. അനിഷ്ടസ്ഥിതി ഇല്ലെങ്കിലും അച്ഛനുമായിട്ട് എന്തെങ്കിലും പിണക്കമോ ഉടക്കമോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇല്ലെങ്കിൽ ഗുരുത്വദോഷം ശക്തമായിട്ടുണ്ട്. ഗുരുത്വദോഷമുണ്ട്. അച്ഛനുമായിട്ട് പിണക്കമൊന്നുമില്ല. അച്ഛനുമായിട്ട് വലിയ കാര്യമാണ്. അച്ഛനുമായിട്ട് വലിയ കമ്പനി എന്നാണ് പറയുന്നത്. പിന്നെ പയ്യന്റെ ലഗ്നം ഓർമ്മയുണ്ട്. ചിങ്ങ ലഗ്നമാണ്. ഗർവിന്റെ രാശിയാണ്. അത്രേ ഓർമ്മയുള്ളൂ. ബാക്കി ഞാൻ എഴുതിയെടുത്തില്ല. ദോഷവും ഉണ്ട്. ഇനി എന്തോന്ന് പരിഹാരം പറയാം? പരിഹാരം ഒഴിക്കണം. സാറേ 7ാം ഭാവാധിപതി 9-ലാണല്ലോ. അപ്പൊ അവിടെ ചന്ദ്രന്റെ ഒരു നീചത്തോടെ പറയാൻ പറ്റും. 9 ചന്ദ്രന്റെ നീചത്വവും പറയാം. അങ്ങനെ കിടക്കണ്ട. ചന്ദ്രൻ ഇപ്പം ക്ഷീണചന്ദ്രനാണ്. ചന്ദ്രൻ സപ്തമി, കൃഷ്ണപക്ഷ സപ്തമിയായി. ചന്ദ്രൻ ബാധാസ്ഥാനത്ത് പോയല്ലോ. അത് തന്നെ ഒരു ദോഷമല്ല. ബാധകസ്ഥാനകെ ചന്ദ്രേ ദുർഗാകൃതം രോഗം ധർമ്മദേവകൃതം. പക്ഷെ ചന്ദ്രൻ 7-ൽ നിൽക്കുന്നത് കൊണ്ട് എടുക്കാം. 7ാം ഭാവ സംബന്ധമായ വിഷയമായതുകൊണ്ട് എടുക്കാം. അല്ല, അത് അച്ഛനായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമോ? അച്ഛനായിട്ട് ഒരു നീചത്വം ബന്ധിക്കാൻ പറ്റില്ല. അമ്മയായിട്ടും പറഞ്ഞൂടെ? മാതൃകാരകനായിട്ട് പറയാമാണെങ്കിൽ അമ്മയായിട്ട് ബന്ധം ദോഷം പറയാം. കാരണം മാതൃകാരകനായതുകൊണ്ട് അമ്മയുടെ സ്ഥാനം. അമ്മയ്ക്കൊരു ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ഒരു വസ്തു സംബന്ധമായ കാര്യത്തിൽ കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊക്കെ അവർക്ക് നല്ല വിഷമമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കാം. നമുക്ക് ഒരുപാട് കണ്ടുപിടിച്ചിരിക്കാം. പരിഹാരം ഒന്ന് എഴുതാം. പരിഹാരം എന്തൊക്കെ പരിഹരിക്കണം? ആദ്യം എന്തൊക്കെ പരിഹരിക്കണം? പരദേവതയെ നമ്മൾ പരിഹരിക്കണം. പരദേവത മന്ത്രമൂർത്തി ഉണ്ടെങ്കിൽ മന്ത്രമൂർത്തിയെ വെച്ച് പൂജിക്കുന്നത് നല്ലതല്ല. പക്ഷെ അവർക്കിപ്പോൾ അതിന് മുക്തി കൊടുത്ത് വിടാനൊന്നും പറ്റൂല എന്നുള്ള അവസ്ഥയാണെങ്കിൽ യഥാവിധി എന്താണ് അവിടെ പൂജ? കുടുംബത്തിൽ ആരെ ആരാധിച്ചു പോരുന്നു അവിടെ യഥാവിധി ചെയ്യേണ്ട പൂജകൾ ചെയ്യണം എന്ന് പറയാനേ പറ്റുള്ളൂ. അവിടെ എന്തൊക്കെ കൊടുത്തു വരുന്നു അതിൽ കൂടി പങ്കെടുത്ത് ഒരു വിരോധം കാണിക്കരുത്. കുടുംബത്തിൽ ആരാധിച്ചു വരുന്ന മന്ത്രമൂർത്തിക്ക് യഥാവിധി പൂജ കൊടുക്കണമെന്ന് എഴുതാനേ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിന് മുക്തി കൊടുത്ത് വിടേണ്ടതാണ്. മുക്തി കൊടുത്ത് വിടാൻ ഇവർക്കിപ്പോൾ പറ്റൂല. കാരണം മറ്റാരോ പൂജിക്കരുത് എന്നെഴുതിക്കൊള്ളണം. കുടുംബത്തിൽ ആരാധിച്ചു വരുന്ന മന്ത്രമൂർത്തിക്ക് യഥാവിധി പൂജ സമർപ്പിക്കണം. യഥാവിധി പൂജ സമർപ്പിക്കണം. കുടുംബത്തിൽ ആരാധിച്ചു വരുന്ന മന്ത്രമൂർത്തിക്ക്
യഥാവിധി പൂജകൾ സമർപ്പിക്കണം. നമ്മൾ ഈ മന്ത്രപൂർത്തിയെ കണ്ടെത്തിയത് ഒമ്പതാം ഭാവം 4-ാം ഭാവപതി ബുധന് ബാധാബന്ധമുള്ളത് കൊണ്ടും ചൊവ്വയുടെ രാശിയിൽ ബലമില്ലാതെ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ വിഷ്ണുവിനെ പറയാമായിരുന്നു. ബലമില്ലാതെ നിൽക്കുന്നു, ശനിയുടെ ദൃഷ്ടി അവിടെ ഉണ്ട്, അഷ്ടമാധിപന്റെ യോഗമുണ്ട്. അത് നിൽക്കുന്ന നില നല്ലതല്ല, മോശമായ രാശിയിലാണ് നിൽക്കുന്നത്. ബാധാബന്ധമുണ്ട്, ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോഴത് വിഷ്ണു ഒന്നും ആകാൻ വഴിയില്ല. വിഷ്ണുവിന്റെ ആരാധനയൊന്നും അവർക്കില്ല. വിഷ്ണുവോ കൃഷ്ണനെ ഒന്നും ആരാധിക്കുന്നില്ല. മന്ത്രമൂർത്തി കൊണ്ട് അത് അവരാരാധിക്കുന്നില്ല, വേറെ ആരൊക്കെ ആരാധിച്ചു വരുന്നു എന്ന് പറയും. ബുധന് ബാധാബന്ധമുള്ളത് കൊണ്ടും ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ടും ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് കൊണ്ടും അത് മന്ത്രമൂർത്തിയാകാനാണ് സാധ്യത എന്നെഴുതിക്കൊള്ളണം. ബുധന് ബാധാബന്ധമുള്ളത് കൊണ്ടും ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ടും ശനിയുടെ ദൃഷ്ടിയുള്ളത് കൊണ്ടും മന്ത്രമൂർത്തിയാകാനാണ് സാധ്യത. ഇനി അടുത്ത പരിഹാരം വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച സ്ത്രീക്കുള്ള പരിഹാരം ചെയ്യാൻ ഒരു ഗണപതി ഹോമം നടത്തി സുദർശന ഹോമം നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ? നേരത്തെ മോഡൽ എഴുതിയിട്ടില്ലേ? ഗണപതി ഹോമം, സുദർശന ഹോമം, അതിന്റെ വരികളൊക്കെ അറിയാമല്ലോ. തിലഹോമം നടത്തി സായുജ്യം കൊടുക്കണം. ഗണപതി ഹോമവും സുദർശന ഹോമവും നടത്തി, സുദർശന ഹോമവും തിലഹോമവും നടത്തി സായുജ്യം കൊടുക്കണം. അതതിൻ്റെ രീതിക്ക് എഴുതിക്കൊണ്ട് അത് ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അത് ഒരാളെ അടുത്ത് വായിക്കാമോ? അതിൻ്റെ ഭാഗം എടുത്ത് ഒരാൾ വായിക്കൂ. ഗണപതി ഹോമം, സുദർശന ഹോമം, ഇതിൽ മഹാസുദർശന മന്ത്രം ഓം ഹ്രാം ഹ്രീം ഷ്രൗം ഭോ ഭോ എക്സെട്ര 1008, 336 കടലാടി കവിശ നെയ്യ്, മാലാമന്ത്രം 108, ഗായത്രി 108, ഉഗ്രനരസിംഹം 108 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. അതിനെ ഒന്ന് റെഫർ ചെയ്യണം. അതിനെ എഴുതിക്കൊണ്ടത് ഒന്ന് റെഫർ ചെയ്തുകൊണ്ടാണ്. ഗണപതി ഹോമം മഹാ ഇതില് ഓം ഹ്രാം ക്രീം ക്രോം ഇത്യാദി പൂർണ്ണ മന്ത്രത്തിൽ 1008 മന്ത്രം ഉപയോഗിക്കണം. 336 വീതം കടലാടി ഹവിസ് നെയ്യ് ഹോമിക്കണം. ഇതിൽ മഹാസുദർശന മന്ത്രം തന്നെ ഉപയോഗിക്കണം. മാലാമന്ത്രം 108 ഉപയോഗിക്കാം. ഉഗ്ര നരസിംഹം 336 അല്ലെ 108 സുദർശന സമിത്ത് ഉപയോഗിക്കുക. തിലഹോമം അനാദി നിധനാദര 108 ഗായത്രി കൂടി ഉപയോഗിക്കണം. 108 ഗായത്രി കൂടി ഉപയോഗിക്കണം. സമിത്ത് കുറഞ്ഞാൽ നെയ്യ് ഹോമിക്കുക. വിശദമായിട്ട് എഴുതിയിട്ടുണ്ടല്ലേ? വിശദമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ട് സാറേ. സാർ ഒരു പ്രശ്നത്തിൽ പറഞ്ഞെന്നാ. പിന്നെ ചില അന്നപായസ നാളികരെ സംപ്രീതരാക്കി കുറെ സെന്റൻസ് ഉണ്ട്. അതൊക്കെ അതുപോലെ എഴുതി കൊടുക്കണം. കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് വരണമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ വഴികൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. വേറെ വഴി പറഞ്ഞു കൊടുത്താലൊന്നും നിൽക്കില്ല. ഇതിൽ വരുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർ കുറഞ്ഞ ആൾക്കാരല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല. അതാണ് ഗുരുത്വദോഷവും 7-ാം ഭാവത്തിൽ ചൊവ്വയുടെ രാശി ചെന്ന് ചാടിയതും ഒക്കെ വളരെ ദോഷമാണ്. നമ്മൾ അതായി കഴിഞ്ഞു. ഇനി അടുത്തൊരു പ്രശ്നം എടുക്കാമോ? കഴിഞ്ഞ